നമ്മളിൽ ഒരാളും അത്തരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായിട്ടുള്ള അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെയോ അള്ളാഹുവിന് പുറമെ ഇബാദത്തിനോ ആരാധനക്കോ അർഹമായിട്ടുള്ള ഒരു ചെറിയ ദാത്തിനെയും സങ്കല്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശിർക്കുമായി ബന്ധമില്ല. ഈ ബന്ധമില്ലാത്ത കൂട്ടർ ഏതാനും ചില ആയത്തുകളോതും ആ ആയത്തുകളുമായി ബന്ധപ്പെട്ടിരുന്ന് മനസ്സിലാക്കുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുമ്പിൽ വന്നപ്പോ അജഅലൽ ആലിഹത്തെ ഇലാഹം വാഹിദൻ എന്ന് നമ്മൾ കഴിഞ്ഞ അവിടെ പറഞ്ഞല്ലോ, എല്ലാ ഇലാഹുകളും കൂടി ഒറ്റ ഇലാഹാക്കി. അപ്പൊ എത്ര ഇലാഹ അവർക്ക്? ഈ ഇലാഹുകളൊക്കെ എങ്ങനെ ഉണ്ടായിന്നാ? അവരുമായി ബന്ധപ്പെട്ട അബദ്ധജടിലമായ വിശ്വാസം മനസ്സിലാക്കുമ്പോൾ നൂറ്റാണ്ടുകളോളം മള്ളിപ്പിടിച്ച ആ വിശ്വാസങ്ങളെ അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ ചിലർ പറയൽ അങ്ങനെയല്ല. മൺമറഞ്ഞ മഹാത്മാക്കളെയും ഓലയിന്ന് മരിച്ചുപോയ നല്ല നല്ല മനുഷ്യന്മാരെയും പിടിച്ചിട്ട് അവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചു, അവരുടെ ബിംബങ്ങളെ പൂജിച്ചു. ഇബ്രാഹിം നബിന്റെ വിഗ്രഹത്തെ പൂജിച്ചു, ഇസ്മായിൽ നബിന്റെ വിഗ്രഹത്തെ പൂജിച്ചു. ഓരോരോ വെപ്പത്. ലാത്താന്ന് പറഞ്ഞ വലിയൊരു നല്ല മനുഷ്യനു, അയാളെ പൂജിച്ചു. അങ്ങനെ ഓരോരോ സംസാരം. വാസ്തവത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിഗ്രഹത്തെ പൂജിക്കുക എന്ന് പറഞ്ഞ ഇടപാടല്ല മക്കത്തെ മുശ്രിക്കുകളുള്ളത്. ഇബ്രാഹിം നബിന്റെ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുത്താറുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിഗ്രഹം കഅബത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ പ്രതിമ. പ്രതിമ എന്നത് എന്തിനാ നമ്മൾ സാധാരണ വെക്കുക? പൂജക്ക് മാത്രമുള്ള ദൈവമാകണമെന്നില്ല പ്രതിമ. പ്രതിമ എന്ന് പറഞ്ഞത് പല നിൽക്കും വെക്കും. ഇപ്പൊ നമ്മളെ കോഴിക്കോട്ടങ്ങാടിയിൽ എത്ര പ്രതിമയുണ്ട്? കോഴിക്കോട്ടങ്ങാടിയിൽ സിറ്റിയിലൊന്ന് ഇറങ്ങി വെക്കുന്നതിൽ എത്ര പ്രതിമയുണ്ട്? ആ പ്രതിമകളൊന്നും ആരും പൂജിക്കാറില്ല, ഒരാളും പൂജിക്കാറില്ല. അത് ദൈവമാണ് എന്ന് അത് സ്ഥാപിച്ച ആരും വിശ്വസിക്കാറുമില്ല. ഇങ്ങനെയുള്ള പ്രതിമകൾ എന്തിനാ ഉണ്ടാക്കുന്നത്? ഓർമ്മക്ക് വേണ്ടിയിട്ട് അവർ ഉന്നതരാന്ന് കരുതുന്നവരുടെ വലിയ വലിയ സാഹിത്യകാരന്മാരുടെ പ്രതിമല്ലേ. നമ്മളെ ബഷീറിന് വരെ ഇനി പ്രതിമ ഉണ്ടാകാൻ പോകുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ വരെ, മൂപ്പർക്ക് വരെ പ്രതിമ ഉണ്ടാക്കാം. എസ് കെ പോറ്റക്കാടിന് പ്രതിമയുണ്ട് ഇവിടെ. അങ്ങനെ പല പ്രതിമയുണ്ട്. എസ് കെ പോറ്റക്കാട് എന്നത് ഇലാഹാന്ന് ആരോ പറയുന്നുണ്ടോ? പ്രതിമ ഉണ്ടാക്കിയത് മുഴുവൻ ഇലാഹാണ്, പൂജിക്കാനാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് വലിയൊരു അബദ്ധമുണ്ട്. പ്രതിമ എന്നത് ഓർമ്മക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ്. അത് അംഗീകൃതമല്ല. ഇസ്ലാമിന് തെറ്റാണ്, കഠിന തെറ്റാണ്. ജീവൻ നിലനിൽക്കുന്ന അവയവങ്ങളോട് കൂടെ കാഴ്ചയിൽ തോന്നുന്ന ഒരു ജീവിയെയും, നിലവിലുള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ, അതിന്റെ പ്രതിമയുണ്ടാക്കൽ കഠിന തെറ്റാകുന്നു. അതേ വിധത്തിൽ തന്നെ അതിന്റെ ചിത്രം വരയ്ക്കലും അതും കഠിന തെറ്റാകുന്നു എന്ന് വിലക്കിയിട്ടുള്ള മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതിമ സ്ഥാപിച്ചു എന്ന് പറയുന്നത് കഠിന തെറ്റാണ്, വില കുറിച്ച് കാണിക്കല്ല. പക്ഷേ ഇബ്രാഹിം നബിയുടെ പ്രതിമ എന്നുള്ളത് അവരുടെ ദൈവമായിരുന്നു ഇബ്രാഹിം നബി എന്ന് വാദിക്കുന്നതും അങ്ങനെ ജൽപ്പിക്കുന്നതും വാസ്തവത്തിൽ അടിസ്ഥാനരഹിതമാണ്. അതിനടിസ്ഥാനമില്ല. എന്താണ് ഇബ്രാഹിം നബിന്റെ പ്രതിമക്ക് ദൗത്യം? അവർ സ്ഥാപിച്ച പ്രതിമക്ക് ഇബ്രാഹിം നബിന്റെ കയ്യിൽ അള്ളാന്റെ റസൂല് മക്കം ഫത്ഹിന്റെ അന്ന് കഅബയിൽ നിന്ന് വിഗ്രഹങ്ങളെ പുറത്ത് ചാടിച്ചിട്ട് പുറത്തിടുമ്പോ ആ കൂട്ടത്തിൽ നിന്ന് പ്രശ്നക്കോലുകൾ എന്ന പേരിലുള്ള കുറച്ച് കോലുകൾ, അതായത് ഏതാണ്ടും അമ്പുകൾ, ഈ അമ്പുകളുടെ കോലുകൾ കയ്യിൽ പിടിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രതിമ വന്നു. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വല്ലാത്ത മനുഷ്യന്മാര്, ഈ പടിവിഡ്ഢികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണല്ലോ ഈ അസ്ലാം എന്നതിന് പറയാ പ്രശ്നക്കോല്, ഈ പ്രശ്നക്കോലുകൾ വെച്ചിട്ട് ആ പ്രശ്നക്കോല് കൈ പിടിച്ചു വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണല്ലോ അവർ ഈ കൂട്ടത്തിൽ അവതരിപ്പിക്കുന്നത്, ഈ രൂപത്തിൽ ചിത്രീകരിക്കുന്നത്. അദ്ദേഹം ഇതിനെ തൊട്ട് എത്ര അകന്ന ആളാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന തന്റെ പിതാമഹനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഏതെങ്കിലും ഒരു വാക്കിലോ ഒരാചാരത്തിലോ ആരാധനാപരമായ ഒരു വിഗ്രഹമായിട്ട് ഇബ്രാഹിം നബിയുടെ പ്രതിമയെ അവർ സ്ഥാപിച്ചതോ അവർ കണക്ക് കൂട്ടിയതോ കാണൂല. പിന്നെ എന്തേ ചെയ്തിരുന്നത്? ഇയാളെ കയ്യില് ഈ പ്രശ്നക്കോല് അയാളുടെ കയ്യിലാണ്. അയാളുടെ പറഞ്ഞാല് പ്രതിമ ആ പ്രതിമന്റെ കയ്യില്. അവർക്കൊരാവശ്യമുണ്ടാവുമ്പോ ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ടേ, നേട്ടാണോ നേട്ടല്ലേ എന്ന് വിചാരിക്കുമ്പോ ഒരു ഭാഗ്യം നമ്പർ നോക്കലുണ്ടല്ലേ. നമുക്ക് നറുക്കിട്ട് നോക്കാനൊക്കെ ഒരു ഇടപാടില്ലേ. എല്ലാ നറുക്കുകളിലും തെറ്റാണെന്ന് മനസ്സിലാക്കരുത്. അത് ചിലയിടത്തൊക്കെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട് ചില നറുക്കുകളിൽ. ഉദാഹരണമായി ഒരേ സ്ഥാനത്തിന് പലർ അർഹരായിട്ട് വരുമ്പോൾ ആ അർഹത പരിഗണിക്കാൻ വേറെ മാർഗങ്ങളും നോക്കാനില്ല, ഒരാളെക്കാൾ മുന്തിക്കാൻ ഒരു വകുപ്പുമില്ലാതെ വരുമ്പോൾ ആ സമയത്ത് ആരാണ് അർഹം തീരുമാനിക്കാൻ നറുക്കിടും. അത് ഇസ്ലാം അംഗീകരിച്ചാണ്. ചിലപ്പോ അങ്ങനെയുള്ള ചില നറുക്കുണ്ട്. അള്ളാന്റെ റസൂല് ചിലപ്പോൾ നറുക്കിട്ടിരുന്നു. എന്തിന്?
നബിയുടെ യുദ്ധയാത്രകളിൽ ഏത് ഭാര്യനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാം. കുറച്ച് വിട്ടുപോകുമ്പോ നബി കൊണ്ടുപോകല്ലോ, അങ്ങനെ കൊണ്ടുപോകുമ്പോ ഏത് ഭാര്യയെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാം. അപ്പൊ അള്ളാന്റെ റസൂലിന് ഒരു ഭാര്യനെ നറുക്ക് കിട്ടിയ ആ ഭാര്യ ഏറ്റുപോകും. എന്നാലെന്താ, ഇഷ്ടപ്രകാരം തന്നിഷ്ടപ്രകാരം തെരഞ്ഞെടുത്തു എന്ന് വേണ്ടല്ലോ നറുക്കിൽ കിട്ടിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നറുക്കെടുപ്പുണ്ട്. അതേസമയം നന്നോ നന്നില്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിരുന്ന ഒരാചാരം, കഅബത്തിന്റെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രതിമയിൽ ഏൽപ്പിച്ചിരുന്ന ഈ അസ്ലാം, ഈ പ്രശ്നക്കോലുകൾ എന്നതിന് സാധാരണ പറയും, പ്രശ്നം നോക്കുന്ന കോല്. ഈ കോല്, അതായത് അമ്പ്, ഈ അമ്പുകൾ പിടിച്ചിട്ടുള്ള ഇബ്രാഹിം നബിയുടേതിൽ നിന്ന് ഒരമ്പെടുത്താൽ ഇഫ്അൽ, ഈ കാര്യം ചെയ്യ് എന്ന് എഴുതപ്പെട്ടതാണ് കിട്ടിയതെങ്കിൽ ആ കാര്യം ചെയ്യണം എന്ന് അവർ തീരുമാനിക്കും. ലാ തഫ്അൽ, അത് ചെയ്യരുത് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കോല കിട്ടിയതെങ്കിൽ ആ പ്രശ്നം ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല എന്നവർ തീരുമാനിക്കും. ഇത് ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമല്ല, അത് വേറൊരു തെറ്റ്, ഒരനാചാരം, വളരെ മോശപ്പെട്ട ഒരു അന്ധവിശ്വാസം. ഈ കല്ലിന്റെ പ്രതിമ ഓര് തന്നെ സ്ഥാപിച്ച്, ആ പ്രതിമക്ക് കയ്യും അവർ തന്നെ സ്ഥാപിച്ച്, അവർ സ്ഥാപിച്ച കയ്യിൽ പിടിക്കേണ്ട പ്രശ്നക്കോലുകളും അവർ തന്നെ നിർമ്മിച്ച്, ഈ നിർമ്മിച്ച മനുഷ്യന്മാര് അവർ തന്നെ ഇയാളെ കയ്യിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഈ കയ്യിലെ കോലെടുത്ത് നോക്കിയിട്ട് അതിമൊന്ന് കിട്ടുമ്പോ ഇഫ്അൽ എന്ന് പറഞ്ഞാല് അത് ഇബ്രാഹിം നബി നമുക്ക് തോന്നിപ്പിക്കണമെന്ന് ചിന്തിച്ചാല് പൊട്ടത്തരല്ലേ? കാര്യം പൊട്ടത്തരം. ഈ തരത്തിലുള്ള ഒരു പൊട്ടത്തരമോ അന്ധവിശ്വാസമോ അടിസ്ഥാനമില്ലാത്ത വിശ്വാസമോ ആചാരമോ എന്ന് പറയാൻ ഇബ്രാഹിം പ്രതിമ ഉപയോഗപ്പെടുത്തിയിരുന്നുവെന്നല്ലാതെ ഇബ്രാഹിം നബി ഇവരാരാധിച്ചിരുന്നതിൽപ്പെട്ടതാണ് എന്ന് പറയാൻ വേറെ തെളിവുകളൊന്നുമില്ല. നമ്മളിൽ പലരും അങ്ങനെയാണ് പറഞ്ഞു ഒന്നിച്ച് ഉദ്ധരിച്ചിരിക്കുന്നത്. ഇനി ലാത്തക്കഥ നോക്കിങ്ങള് എത്ര തിരിമറികളാണ് അവിടെ നടക്കുന്നത് നോക്കാനാണ്. ലാത്ത്, അല്ലാത്ത് എന്ന് പറയുന്നത് അല്ലാഹ് എന്ന് പറയുന്നതിന്റെ സ്ത്രീലിംഗാണ്. അല്ലാഹ് പുല്ലിംഗം, അല്ലാത്ത് സ്ത്രീലിംഗം. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നാണ് പുല്ലിംഗാറ്റ് കൂട്ടും. അള്ളാഹ് എന്നത് പുല്ലിംഗാവുമ്പോ അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ദേവിക്ക് അവർ പേരിടുകയാണ് അല്ലാഹ്. അല്ലാത്ത് അവർ പേരിടുന്നത് ദേവിയാ. അല്ല ദേവൻ, ദേവനായ അള്ളാഹു ആണാണെങ്കിൽ ദേവിയായ അല്ലാത്ത്, അങ്ങനെ അല്ലാത്ത് എന്ന് വരുന്നത്. ഉസ്സ എന്ന് പറയുന്നു, അങ്ങനെ തന്നെ സ്ത്രീലിംഗാണല്ലോ ഉസ്സ. ഉസ്സ എന്ന് പറഞ്ഞ സ്ത്രീലിംഗാണ്. മനാത്ത് അതും അങ്ങനെ തന്നെ സ്ത്രീലിംഗ. അപ്പൊ 3 ദേവന്മാർ, അവർക്ക് പ്രധാനപ്പെട്ട ദേവന്മാരുണ്ട്. ഇതൊക്കെ പല പല ഗോത്രങ്ങൾക്കാണ്. അതൊക്കെ നോക്കിയാണ്ട് നമ്മൾ വിശദീകരിച്ചിരുന്ന സമയം പിടിക്കും. ഞാൻ എന്റെ മൊത്തമായ വിവരം മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയട്ടെ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തുൽ ഉഖ്റാ. ലാത്ത നിങ്ങളുടെ ഒരു ദേവിയാണല്ലോ, ഉസ്സ നിങ്ങളുടെ ഒരു ദേവിയാണല്ലോ. അഫറഅയ്തും നിങ്ങളൊന്ന് പറയൂ, അല്ലാത്ത് നിങ്ങളുടെ ലാത്ത് എന്ന ദേവിയെ കുറിച്ച്, വൽ ഉസ്സ ഉസ്സ ദേവിയെ കുറിച്ചും, വമനാത്ത വേറെ മനാത്ത് എന്ന് പറഞ്ഞൊരു 3-ാം ദേവി ഉണ്ടല്ലോ, ആ 3-ാം ദേവിയെ കുറിച്ചും പറയൂ. ഇതൊക്കെ നിങ്ങൾക്ക് ആരാ ഉണ്ടാക്കി തന്നത്? ഇതൊക്കെ ദൈവമാണെന്ന് ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചിട്ട് അള്ള പറയുന്നുണ്ട്, അലകുമു ദകറു വലഹുൽ ഉൻസ. പെൺകുട്ടി പിറന്നാൽ നിങ്ങൾക്ക് വേണ്ട, പെൺകുട്ടി പിറന്നാൽ നിങ്ങൾക്ക് അപമാനം. അപ്പൊ നിങ്ങൾക്ക് പെൺകുട്ടികളും പെണ്ണും എന്ന് പറയുന്നത് മോശവും നിങ്ങൾക്ക് വേണ്ടാത്തതുമാണ്. വലഹുൽ ഉൻസ, അള്ളാഹ്ക്ക് കുട്ടികളോ ദേവിമാരോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോ അതൊക്കെ പെണ്ണുങ്ങളെയും, അള്ളാഹ്ക്ക് പെണ്ണുങ്ങളെയും നിങ്ങൾക്ക് ആണുങ്ങളെയുമാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ആയത്തിൽ തന്നെ ഉണ്ട്, വിശുദ്ധ ഖുർആനിൽ ആയത്തിൽ തന്നെ ഉണ്ട്. ഈ ആയത്തിൽ തന്നെ പറയപ്പെട്ടിരിക്കുന്ന ദേവിമാരായ പെണ്ണുങ്ങളുടെ നാമങ്ങളാണ് ലാത്ത്, ഉസ്സ, മനാത്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ ദേവിമാരെ പിടിച്ചിട്ട് ആ ദേവിമാരുടെ പേരുകളെ കൊണ്ടുപോയിട്ട് ലാത്ത് എന്ന് പറയുന്നത് സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു, ഒരു ഔലിയായിരുന്നു, അയാളാണ് മക്കത്തെ മുശ്രിക്കീങ്ങളാക്കിയത് എന്ന് ആചരിപ്പിക്കുന്നത്. നോക്കിക്കൊള്ളൊരു വലിയ തിരിമറി ഇവിടെ ഉണ്ട്. അല്ലാത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ട് പെണ്ണാണെന്ന്. എന്നാൽ അതേ സമയത്ത് അല്ലാത്ത് എന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിൽ നോക്കി ഓതുന്നതല്ലാത്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഒരു ഖിറാഅത്തുണ്ട്, അദ്ദേഹം ഓതി വരുന്നത്. അത് നമ്മളെ ഖിറാഅത്തിലില്ല, നമ്മളെ മുസാഹിഫ് നോക്കിയാൽ കാണൂല. നമ്മളെ മുസാഹിഫിൽ നോക്കിയിട്ട് അങ്ങോട്ട് ഓതൂല്ല നമ്മൾ, അങ്ങനെ നമ്മളെ ഖിറാഅത്തിലില്ല. അതെന്താ? അല്ലാത്ത, അല്ലാത്ത, അങ്ങനെ തന്നെയാണ് ഓതുക. അല്ലാത്ത, അഫറഅയ്തുമുൽ ലാത്ത. അല്ലാത്ത എന്ന് പറഞ്ഞാൽ ലത്ത യലുത്തു എന്നതിന്റെ ഇസ്മുഫായിൽ,
ലത്തയെലുത്തു. ലത്ത എന്ന് പറഞ്ഞാല് പൊടിച്ചു കൊടുക്കുക, പൊടിച്ചിട്ട് പാകമാക്കി കൊടുക്കുക, പൊതിർത്തി കൊടുക്കുക, അങ്ങനെ പറയും ലത്ത. അങ്ങനെ അല്ലാത്ത പൊതിർത്തി കൊടുക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ അല്ലാത്ത എന്ന ഒരു ഖിറാഅത്ത് ഈ ആയത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കുണ്ട്. അദ്ദേഹം അല്ലാത്ത് എന്ന് പറയുന്നതിന് വിവരിക്കുന്നത് പണ്ട് കാലത്ത് ഹാജിമാർക്ക് റവകളും പൊടികളും ഒക്കെ പൊതിർത്തി കൊടുത്തിരുന്ന ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പേര് ഇവരുടെ വിഗ്രഹത്തിന് ഇട്ടതാണ്. പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഒരു പേര് അല്ലാത്ത്. അല്ലാത്ത എന്ന അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് പ്രകാരം മാത്രം വരുന്നൊരർത്ഥം. ഇത് ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിലുണ്ട്. ഈ ഹദീസിൽ ഉദ്ധരിച്ചത് വെച്ചിട്ട് ഇന്ന് നമ്മൾ ഓതുന്ന ഖുർആനിന്റെ ആയത്തുകള്, ആ ആയത്തിൽ എന്താണ് ഖിറാഅത്തെന്നോ എങ്ങനെയാ നമ്മൾ ഓതലെന്നോ ഇതൊന്നും പരിശോധിക്കാതെ അല്ലാത്ത് എന്ന് നമ്മളിപ്പോ ഖുർആനിൽ ഓതുന്ന ആ വാക്കിനെ പിടിച്ചിട്ട് അത് ഹാജിമാർക്ക് പൊടിച്ചു കൊടുത്തിരുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭാഷയും മനസ്സിലായിട്ടില്ല, വിഷയവും മനസ്സിലായിട്ടില്ല. വിഷയം എന്താന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ലാത്ത ഉസ്സ എന്നൊക്കെ പറയുന്നത് അവരുടെ ദേവികളായിരുന്നു. ഈ ദേവികൾ എന്ന് പറയുന്നത് അവർ ഏതോ അർത്ഥത്തിൽ ഉസ്സ എന്ന് പറഞ്ഞാൽ എന്താ? അസീസ് എന്ന് പറയില്ലേ അള്ളാഹനെ നമ്മൾ? അസീസ്, പ്രതാപവാനായ അള്ളാഹു, എല്ലാറ്റിനെയും ജയിക്കുന്ന അള്ളാഹു. ഈ അസീസ് എന്ന് നമ്മൾ പറയുന്ന ശബ്ദത്തിന് ബദൽ അവരുണ്ടാക്കിയ ഒരു കൽ ദൈവത്തിന് അവരിട്ട പേര് ഉസ്സ. പ്രതാപമുള്ള പെണ്ണ്, പ്രതാപമുള്ള ദേവി. പ്രതാപമുള്ള ദേവി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉസ്സ എന്നറിയുന്നവരെ കൊണ്ടുപോയിട്ട് അവർ ഏതോ സ്വാലിഹായ മനുഷ്യനെ എന്ന് പറയോ? എന്നാൽ ആത്തനം പറയണമാതിരി ഉസ്സനെ കിട്ടൂലല്ലോ പറയാൻ, മനാത്തക്ക് കിട്ടൂലല്ലോ വേറെ റജുലാന്ന് പറയാൻ. അപ്പോ ആളുകളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതോ അർത്ഥത്തിൽ എവിടെയോ പറഞ്ഞ സംഗതികളെ സ്ഥലം നോക്കാതെ, വിശദീകരണം നോക്കാതെ, പശ്ചാത്തലം നോക്കാതെ, ആരുടെ അഭിപ്രായം എന്തു നിലക്ക് പറഞ്ഞു എന്ന് യാതൊരു നിലക്കും പരിഗണിക്കാതെ ഇവിടെയുള്ള സാധാരണ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമം വളരെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടരുകയുമാണ്. ഇതൊന്നും വാസ്തവത്തിൽ നമ്മളെ സാധാരണക്കാര് ചിന്തിക്കൂല. അപ്പൊ ആ സാധാരണക്കാരെ ധരിപ്പിക്കാൻ പറ്റുന്നത് ഇത്തരം അവസരങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി